ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സർ, ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അത് അനുവദിക്കുക പോയിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കുമില്ല. സർ, ഈ പേപ്പർ ലീക്ക് ബില്ല് അത് പാസ്സാക്കിയാൽ തീരുന്നതാണോ ഈ ഡൽഹി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പ്രശ്നവും നീറ്റ് ചോദ്യപേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട പ്രശ്നവും? അത് ഭാവിയിലേക്കുള്ള ഉത്തരം എന്ന നിലയ്ക്ക് കേന്ദ്രം മുന്നോട്ട് വെക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നടന്ന അതിക്രമങ്ങൾക്ക് ആരോട് മറുപടി ചോദിക്കും? മധു, ഞാൻ അല്പം വൈകിയാണ് വന്നത്. എങ്കിലും ഇവിടെ നടന്ന സംവാദത്തിൻ്റെ ഒരു ചെറിയ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തടസ്സമില്ലാതെ എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മധു ചോദിച്ച ചോദ്യത്തോട് വരുന്നതിന് മുമ്പ് വലതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള ഒരു പേരിൽ അനുരാജുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം RSSന്റെ പ്രസിദ്ധീകരണമായ കേസരിയുടെ ചുമതലക്കാരനാണ്. അദ്ദേഹത്തോട് ആദരവ് കാണിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ നിങ്ങൾ RSS തന്നെ എഴുതുന്നതായിരുന്നു കുറേ കൂടി ഉചിതം. എന്താ കാരണം വെച്ചാൽ അത് മറച്ചു വെക്കേണ്ട കാര്യമുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അതിനെന്താണ് കുറവ്, പരിമിതി എന്ന് ചോദിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യമാണ്. പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ നിദാനം അടിസ്ഥാനമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും സർക്കാരും പാർലമെന്റിനോട് വിധേയപ്പെട്ടിരിക്കുന്നു. പാർലമെന്റിലാണ് അദ്ദേഹം ഉത്തരം പറയേണ്ടത്. 140 കോടി ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള MPമാരുടെ സമക്ഷമാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. അത് ഭരണഘടനയാണെന്ന്, അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനം അല്ല. ഞാനിനി ഫേസ്ബുക്കാണ് എൻ്റെ ഭരണഘടന, അതല്ലെങ്കിൽ ഇൻസ്റ്റയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടനയാണ്. ഇനി ഞാൻ ഒറ്റ ചോദ്യം എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൂ. അതായത് ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും, നെഹ്റു ഉൾപ്പെടെ അദ്ദേഹം വരുന്നത് വരെയുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ വകുപ്പുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പോലും പ്രതികരിച്ചിട്ടുണ്ട്. താങ്കളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാണ്, ഒരാഴ്ചയിൽ രാജ്യസഭയിലും ലോകസഭയിലും ഓരോ ദിവസം പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ട്. ഞാൻ എത്രയോ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാര് അദ്ദേഹത്തിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കുന്നത് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകരാണ്. ആ ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് നരേന്ദ്രമോദിയാണ്. അത് അഭികാമ്യമാണോ? 2, പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ സാധാരണഗതിയിലെ 5 തവണ പ്രവർത്തകരായിരിക്കും. കൂടെ പോയാൽ ഞാൻ പറയുകയാണ്, രാജ്യസഭ ഒന്ന് പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് പാലം ടെക്നിക്കൽ ഏരിയ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. അല്ല കേൾക്ക് സുഹൃത്തെ, ഞാൻ എൻ്റെ അനുഭവം പറയല്ലേ, താങ്കൾ ഇത്ര അമിതോത്സാഹം കാണിക്കാതെ. 2 വിമാനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അകമ്പടി സേവിക്കുന്ന 30 പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. 2, ഏത് രാജ്യത്താണോ പോയത് ആ രാജ്യത്തെ സർക്കാരിന്റെ തലവനുമായി ചേർന്ന് സംയുക്തമായ വാർത്താ സമ്മേളനം നടത്തും. പിന്നീട് അദ്ദേഹം തിരിച്ച് വിമാനത്തിൽ കയറിയാൽ വീണ്ടും പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് പറയണം. തിരിച്ച് ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. എത്ര സുതാര്യമായിട്ടുള്ള ഒരു പദ്ധതിയും പരിപാടിയുമായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നവരെ ഉണ്ടായിരുന്നത്. അതും നിങ്ങൾ വേണ്ടതില്ല എന്ന് വെച്ചു. പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നിങ്ങൾ അളന്നു നോക്കിക്കഴിഞ്ഞാൽ 0.002% ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും കുറവ് സാന്നിധ്യമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വസ്തുതയാണ്. ഞാൻ സ്ഥിതിവിവര കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മാധു ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിന്റെ മാതാവെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അവകാശപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ മാതാവായ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ രാജവീഥികളിൽ ഒഴുകപ്പെട്ട ചീന്തപ്പെട്ട രക്തത്തെക്കുറിച്ച് ഒരു വാക്ക് ആഭ്യന്തരമന്ത്രി പറയണ്ടേ? 2 കാരണമുണ്ട്. എന്താ കാരണം വെച്ചാൽ, ഒന്ന്, അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മാത്രമല്ല, ഡൽഹിയുടെ അധിപനാണ്. ഡൽഹി സർക്കാരിന്റെ ഡിഫാക്ടോ ഭരണാധികാരി എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിക്കാണ്. മാത്രമല്ല, ഈ നമ്മുടെ നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ നേരിട്ട അർദ്ധ സേനാംഗങ്ങളും പോലീസിലെ വക്താക്കളും പറഞ്ഞൊരു കാര്യമുണ്ട്. ടിയർ ഗ്യാസ് ഉപയോഗിച്ചതും ചട്ടം തെറ്റിച്ചാണ് അവരുടെ നേരെ എറിഞ്ഞിരിക്കുന്നത്.
ചില്ലി ബോംബ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, പെല്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, ആണിയുള്ള ലാത്തി വെച്ച് അവരെ മർദ്ദിക്കാൻ പാടില്ലായിരുന്നു, ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് വെച്ചാൽ ഡൽഹി പോലീസും അർദ്ധസേനയും പ്രയോഗിച്ച അമിതമായിട്ടുള്ള ഈ പേശിബലവും ശക്തിയും ആയുധങ്ങളും എല്ലാ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് എന്ന് ഈ സേനകളുടെ തന്നെ വക്താക്കൾ കൃത്യമായി പ്രതിപാദിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ ചീന്തപ്പെട്ട രക്തത്തെക്കുറിച്ച് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവനയെങ്കിലും നടത്തണ്ടേ? ഇന്നലെ ഞങ്ങൾ ഇവിടെ പരിക്കേറ്റ ആൾക്കാരെ, വിദ്യാർത്ഥികളെ കാണാൻ ഞങ്ങൾ ആശുപത്രിയിൽ പോയി. ഒരൊറ്റയാളെയും കാണാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ഇവിടെയുള്ള പാനലിസ്റ്റുകളോട് ചോദിക്കട്ടെ, കേരളത്തിലെ പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്നവരെ കാണാൻ കേരളത്തിന്റെ പോലീസ് സമ്മതിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന പുകില്? മാത്രമല്ല, ഈ പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും കാണാൻ പോലും വിലക്കാണ്. അവരെവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതായത് ആശുപത്രികൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലാണെങ്കിൽ പോലും വെർച്വലി ഡൽഹി പോലീസ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണോ ഒരു ജനാധിപത്യത്തിന്റെ തലസ്ഥാനത്ത് സംഭവിക്കേണ്ടത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ശരി, നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പദ്ധതികളോട് ഞങ്ങൾ സർഗാത്മകമായി പ്രതികരിക്കാം. പക്ഷെ പ്രാഥമികമായി ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാർലമെന്റ് ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ബില്ല് എന്ന് പറയുന്നത് ഈ പറയുന്ന എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് പറയരുത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു കാര്യം എടുത്തിടട്ടെ. 2024 ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഭേദഗതിയാണ്. അതായത് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് എന്നുള്ള ബില്ല് 2024 ഞങ്ങൾ എല്ലാവരും കൂടെ പിന്തുണച്ച് പാസ്സാക്കിയപ്പോൾ അന്ന് ജിതേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകളും കൃത്രിമത്വങ്ങളും അസ്തമിക്കും. 2 വർഷം കഴിഞ്ഞ് ഈ കൃത്രിമത്വവും ഈ പറയുന്ന കുംഭകോണങ്ങളും വർദ്ധിക്കുകയല്ലേ ചെയ്ത്. അപ്പം നിങ്ങളുടെ വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? നിയമനിർമ്മാണത്തിന്റെ അഭാവം കൊണ്ടല്ല ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിയമം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കുറ്റമറ്റ സംവിധാനവും ഇച്ഛാശക്തിയുമുള്ള നേതൃത്വം ഇല്ലാത്തതിന്റെ കുറവാണ് നമ്മൾ അനുഭവിക്കുന്നുള്ള ഒരു ലളിതമായ ഒരു സത്യമെങ്കിലും മനസ്സിലാക്കിയാൽ ഇന്നത്തെ പ്രശ്നത്തിന്റെ യഥാർത്ഥ ഗൗരവം നമുക്ക് പിടികിട്ടും. ശരി. Debate with Madhu Saji.